ഇന്ന് ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധ ദിനം. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ലോകമെമ്പാടും ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് ഏപ്രിൽ 2 ആചരിക്കുന്നുണ്ട്. ഓട്ടിസത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അവയർനെസ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിനും അതുപോലെ തന്നെ ഓട്ടിസമുള്ള കുട്ടികളെയും വ്യക്തികൾക്കും സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യതയും സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ഏപ്രിൽ 2 ആചരിക്കുന്നത്. ഇതുവഴി വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സെൻസിറ്റൈസേഷനും അവബോധ ക്ലാസ്സുകളും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ നൽകി അവരുടെ ഒരു ശേഷി വർധന ഉണ്ടാക്കുന്നതിനും ഇതൊരു നിമിത്തമായിട്ട് തീരുന്നുണ്ട്. ഓട്ടിസത്തിൽ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഓട്ടിസത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 തരം ലക്ഷണങ്ങളാണ് ട്രഡീഷണലായിട്ട് അത് പറയുന്നത്. ക്ലാസിക്കൽ ട്രയാഡ് എന്ന് പറയും. അതായത് ഒന്ന്, പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള സംസാരശേഷി വികസിച്ച് വരുന്നുണ്ടാവില്ല, പുവർ ഇമ്പയർമെൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള പരസ്പരപൂരകമായ ഇടപെടൽ ശേഷി, സോഷ്യൽ സ്കിൽ, പരസ്പരപൂരകമായ ഇടപെടൽ ശേഷി വർദ്ധിച്ചു വരികയുണ്ടാകത്തില്ല. അതിന് ഇമ്പയർമെൻ്റ് ഇൻ റെസിപ്രോക്കൽ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മോട്ടോർ സ്റ്റീരിയോടൈപ്പീസ് ആൻഡ് വെർബൽ സ്റ്റീരിയോടൈപ്പീസ്. ആവർത്തിച്ചിട്ടുള്ള വാക്കുകൾ, ചേഷ്ടകൾ, സ്ഥിരമായിട്ട് ചില വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചോദിച്ചാൽ പിന്നെ ഒന്നും കൂടെ പറയത്തില്ല. അതുപോലെ ശാരീരികമായിട്ടുള്ള ചില ചേഷ്ടകൾ, മോട്ടോർ സിംറ്റംസ് കാണിക്കും. വട്ടത്തിൽ കറങ്ങുക, തുള്ളുക, ഹാൻഡ് ഫ്ലാപ്പിംഗ് മൂവ്മെൻറ്റ്സ്, ഫിംഗർ ഫ്ലിക്കിംഗ് മൂവ്മെൻറ്റ്സ്, റോക്കിംഗ് മൂവ്മെൻറ്റ്സ്, ഇതുപോലെയൊക്കെയുള്ള മോട്ടോർ സ്റ്റീരിയോടൈപ്പീസ്. അപ്പോൾ ഇത് 3ഉമാണ് ക്ലാസിക്കൽ ട്രയാഡായിട്ട് നമ്മൾ ഓട്ടിസത്തെക്കുറിച്ചിട്ട് പറയുന്നത്. ഇതുകൂടാതെ DSM-5 എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ക്ലാസിഫിക്കേറ്ററി സിസ്റ്റത്തിൽ റിവിഷനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഇത്തരം കുട്ടികൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു പെർസെപ്ഷൻസ്, സംവേദന ശേഷിയോട് ചിലപ്പം കൂടുതലായിട്ടുള്ളൊരു സംവേദന ശേഷി, അതല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലുള്ള സംവേദന ശേഷി, അങ്ങനെയുള്ളൊരു. ഉദാഹരണത്തിന് ചില കുട്ടികൾക്ക് ചെറിയ ശബ്ദം കേൾക്കുമ്പം തന്നെ വെപ്രാളം വരും. അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു സൗണ്ട് എന്ന് പറയും. ഉദാഹരണത്തിന് അമ്പലത്തിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് അമ്പലത്തിലെ വെടിക്കെട്ട് കേൾക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അങ്ങനെ പല അമ്മമാരും അച്ഛന്മാരും താമസം മാറി പോകാറുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു സൗണ്ട്, അതുപോലെ ടേസ്റ്റിനോട്, അതുപോലെ സ്മെല്ലിനോട്, അങ്ങനെ എല്ലാ സംവേദന ശേഷിയോടും ചിലപ്പം കൂടുതലായിട്ടുള്ള. ചില കുട്ടികൾക്ക് ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കും ഇഷ്ടം, ഹൈപ്പോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. അപ്പോൾ അവർക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള മുറി ഏർപ്പാടാക്കി കൊടുക്കുക വീട്ടിലെന്നുള്ളതാണ്. അതിനെ ഡിസൈൻ ഇൻ്റർവെൻഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ലൈറ്റുള്ള കുട്ടികൾക്കാണെങ്കിൽ ഡിം ലൈറ്റ് കൊടുക്കും. ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ലൈറ്റുള്ള മുറി കൊടുക്കും, ബ്രൈറ്റ് ലൈറ്റ് മുറിയിൽ ഏർപ്പാടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ 4ാമത്തെ ഒരു ലക്ഷണം കൂടി ഇപ്പോൾ ഇതിന് ഓട്ടിസത്തിൻ്റെ ലക്ഷണത്തിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ 4 കാര്യങ്ങളാണ് ഓട്ടിസത്തെക്കുറിച്ചിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് നമ്മൾ BBG മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതും PG സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതും ആരോഗ്യ പ്രവർത്തകരെ എല്ലാവരും അവബോധം സൃഷ്ടിക്കുന്നതിനും ശ്രമിക്കുന്നത്. ഓട്ടിസം സംശയിക്കുന്നവർക്കുള്ള സ്ക്രീനിങ് എങ്ങനെയാണ് നടത്തപ്പെടുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസമായിട്ടും കുട്ടി മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. 6 മുതൽ 8 ആഴ്ചക്കകത്ത് വികസിച്ച് വരുന്ന ഒരു സാധാരണ കുട്ടി അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കും. സോഷ്യൽ സ്മൈൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കുട്ടി ഒരു 3 മാസമായിട്ടും ഇത്തരത്തിലുള്ള മുഖത്ത് നോക്കിയുള്ള ചിരി കുട്ടിയിൽ വികസിച്ച് വരുന്നില്ലെങ്കിൽ ഒന്നാമത്തെ സൂചന, അത് സംശയിക്കണം ഓട്ടിസം ആണോ. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സാകുന്ന പ്രായത്തിനകത്താണെങ്കിലും കുട്ടി 1 വയസ്സായിട്ടും കുട്ടിക്ക് ചില ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന ഇപ്പം ഒരു കുട്ടി ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് കൂയിങ് സൗണ്ട്, എന്നൊക്കെയുള്ള സൗണ്ടുകൾ കേൾപ്പിക്കും. ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് കുട്ടി മാ ബാ ദാ ഡാ എന്നൊക്കെയുള്ള സൗണ്ടുകൾ കേൾപ്പിക്കും. അതുപോലെ ഒരു 9 മാസം ആകുന്ന കുട്ടി ഒരു മായും കൂടെ വയ്ക്കും, മാമ, ഡാഡ, ബാബ, അങ്ങനെയുള്ള സൗണ്ടുകൾ. 1 വയസ്സാകുമ്പോഴത്തേക്ക് കോമൺ ആയിട്ടുള്ള അച്ഛ, അമ്മ, കാക്ക, പൂച്ച എന്നൊക്കെയുള്ള വാക്കുകൾ പറയും. അപ്പോൾ ഈ 1 വയസ്സിനകത്ത് ഇത്രയും സംസാരശേഷി വികസിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓട്ടിസം സംശയിക്കുന്ന ഒരു കുട്ടിയിൽ 1 വയസ്സായിട്ടും ഇതുവരെയും ഒരു ശബ്ദങ്ങൾ പോലും കേൾപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സംശയിക്കണം. ഇനി 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 വയസ്സായിട്ടും കുട്ടി ഇതുവരെയും ഒരു ചേഷ്ടകളും കാണിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ ശബ്ദമാണ്, ഇതിപ്പം ചേഷ്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സകത്ത് കുട്ടി ചൂണ്ടിക്കാണിക്കും. കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിക്ക് സംസാരമില്ലെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം കാണുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ കുട്ടി മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കും. അതുപോലെ 9 മാസം ആകുമ്പോൾ ടാറ്റ പറയും. അതുപോലെ ഇഷ്ടമുള്ള ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ച് ഒരുമിച്ച് അത് സന്തോഷിക്കാനുള്ള ഒരു ജോയിൻ്റ് അറ്റൻഷൻ പോലെയുള്ള സ്വഭാവ രീതി വികസിച്ച് വരും. ഇതെല്ലാം 1 വയസ്സിനകത്ത് വികസിച്ച് വരുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കുട്ടിക്ക് ഇതുവരെയും ഒരു ചേഷ്ടകൾ പോലും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓട്ടിസം ആണെന്ന് സംശയിക്കേണ്ടി വരും. ഇനി 4ാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വയസ്സായ കുട്ടിക്ക് ഇതുവരെ ഒരു വാക്കുകൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഓട്ടിസം ആണെന്ന് സംശയിക്കേണ്ടി വരും. ഇനി 5ാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് 2 വയസ്സായിട്ടും 2 വാക്കുകൾ പോലും പറയുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടിസം ആണെന്ന് സംശയിക്കുക. അപ്പോൾ 5 സൂചനകൾ ഞാൻ പറഞ്ഞു. ഇതിനോടൊപ്പം തന്നെ 6ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടി ആർജിച്ച വികസനത്തിലൂടെ ആർജിച്ച ഏതെങ്കിലും ശേഷികൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. അതിന് റിഗ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആർജിച്ച ശേഷികൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടിസം ആണെന്ന് സംശയിക്കേണ്ടി വരും. അപ്പോൾ ഈ 5 സൂചനകൾ അല്ലെങ്കിൽ 6 സൂചനകൾ വെച്ചും കൊണ്ട് നമുക്ക് സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടിസത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളായിട്ട് നമുക്ക് സൂചനയിൽ സ്ക്രീനിങ് നടത്തിയാൽ അത്തരം കുട്ടികളെ കൂടുതൽ വിദഗ്ധമായ വിലയിരുത്തലിലേക്ക് ഈ കുട്ടികളെ റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ക്രീനിങ് ചോദ്യാവലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വെർച്വൽ ഓട്ടിസം? വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവിൽ ഇപ്പം വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മാത്രമല്ല മാതാപിതാക്കൾ ഇതിനെക്കുറിച്ചിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കുട്ടിയുടെ ഒരു സൈക്കോ സോഷ്യൽ ഇൻ്ററാക്ഷൻസ് എന്ന് പറയും. അമ്മയും കുട്ടിയും തമ്മിൽ, അമ്മയും അച്ഛനും കുട്ടിയും തമ്മിൽ, അല്ലെങ്കിൽ കുട്ടിയും മാതാപിതാക്കളും തമ്മിൽ നടക്കുന്ന ക്ലോസറായിട്ട് നടക്കുന്ന സൈക്കോ സോഷ്യൽ ഇൻ്ററാക്ഷൻസ്, മാനസിക സാമൂഹികമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് കുട്ടിയുടെ മാനസിക വികാസം, ഭൗതിക വികാസവും സംസാരശേഷിയും വികസിച്ച് വരുന്നത്. അപ്പോൾ ഇതിൽ കുറവ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് കുട്ടി അമ്മയും മാത്രം ഒരു മുറിയിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ കുട്ടിക്ക് ആകെയുള്ള ഇൻ്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മൊബൈലിൽ വീഡിയോ ഗെയിം കാണുന്നു, കാർട്ടൂൺ കാണുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ നിരന്തരമായിട്ട് മുഴുവൻ സമയവും മൊബൈലും വീഡിയോ ഗെയിമും കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയിൽ സ്വാഭാവികമായ സംസാരശേഷി വികസിച്ച് വരത്തില്ല. അതുപോലെ സോഷ്യൽ സ്കില്ലും വികസിച്ച് വരത്തില്ല. സോഷ്യൽ സ്കില്ലിനേക്കാൾ കൂടുതൽ സംസാരശേഷി വികസിച്ച് വരാത്ത ഒരു സ്വഭാവ രീതിയുണ്ട്. ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം ഈ അച്ഛൻ ഗൾഫിൽ എൻജിനീയർ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥൻ, അമ്മ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഹൗസ് വൈഫ്. അപ്പോൾ അമ്മയും കുട്ടിയും കൂടെ ഫ്ലാറ്റിൽ കഴിയുന്നു. അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. ആകെയുള്ള ഇൻ്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അമ്മയും കുട്ടിയും കൂടെ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് അത് തന്നെ നന്നായിട്ട് നടക്കുന്നില്ല. വെളിയിലൊന്നും അയൽപക്കങ്ങളോട്ടൊന്നും ഇടപെടാൻ പറ്റുന്നില്ല. ഫ്ലാറ്റിലാണ് കഴിയുന്നത്. മറ്റ് ഫ്ലാറ്റുകളിലും അന്യഭാഷക്കാരാണ് കഴിയുന്നത്. അപ്പോൾ അമ്മയും കുട്ടിയും കൂടെ മാത്രമേ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് കഴിയുന്നു. മാത്രമല്ല അമ്മയും കുട്ടിയും തമ്മിലുള്ള ഇൻ്ററാക്ഷൻസും കുറവ്. കുട്ടി മുഴുവൻ സമയം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഓട്ടിസത്തിന് സമാനമായ തരത്തിലുള്ള സംസാരശേഷി കുറവ്, സാമൂഹ്യ ശേഷി കുറവ് കുട്ടിയിലുണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് മനസ്സിലാക്കി കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻറ്റൻസീവായിട്ടുള്ള സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസ്, സ്പീച്ച് തെറാപ്പിയും സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസും നൽകി കഴിഞ്ഞാൽ, അതായത് അമ്മയും കുട്ടിയും തമ്മിലുള്ള ഇടപെടൽ, കളിപ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി കുട്ടിക്ക് സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടി വേഗത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വെർച്വൽ ഓട്ടിസത്തിലും. അതുപോലെ ഗൾഫ് സിൻഡ്രോം എന്നൊക്കെ ഇപ്പോൾ ചിലപ്പം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവസ്ഥകളിൽ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വരും. സാധാരണ ഒരു ക്ലാസിക്കൽ ഓട്ടിസം ആണെങ്കിൽ വേഗത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരത്തില്ല, വളരെ പതുക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരത്തുള്ളൂ. അതാണ് വെർച്വൽ ഓട്ടിസവും സാധാരണ ഓട്ടിസവും തമ്മിലുള്ള വ്യത്യാസം. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള പരിശീലന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് മരുന്ന് ചികിത്സയിലൂടെ നമുക്ക് ഓട്ടിസം ഭേദമാക്കാൻ കഴിയത്തില്ല. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ഡിസോർഡറാണ്. മരുന്ന് ചികിത്സയിലൂടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ, ഏതെങ്കിലും സംസാരത്തിന് മരുന്നെന്നോ അല്ലെങ്കിൽ ബുദ്ധി കൂടാൻ മരുന്നെന്നോ അല്ലെങ്കിൽ സാമൂഹ്യ ശേഷി വികസിച്ച് വരാൻ മരുന്ന്, അങ്ങനെ മരുന്നുകളൊന്നും കൊടുത്തതുകൊണ്ട് കുട്ടിയിൽ മാറ്റം വരത്തില്ല. അപ്പോൾ നമ്മൾ ഓട്ടിസത്തിൻ്റെ ചികിത്സാ രീതി, ഇടപെടൽ രീതി എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർവെൻഷൻ എന്നാണ് പറയുന്നത്.
ബഹുമുഖമായിട്ടുള്ള വിവിധ തരത്തിലുള്ള തെറാപ്പിസ്റ്റുകളുടെ ഒരുമിച്ചുള്ള ഒരു തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർവെൻഷനാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ഉദാഹരണത്തിന് കുട്ടിക്കൊരു ഇപ്പം ഭയങ്കര തറയിൽ കിടന്നുരുളുന്ന തലയിട്ടിരിക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ള ഒരു കുട്ടിയാണ്, ഓട്ടിസം ഉള്ള ഒരു കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ ആദ്യം ബിഹേവിയറൽ തെറാപ്പി കൊടുക്കും. അപ്പോൾ ബിഹേവിയർ തെറാപ്പിയുടെ പ്രിൻസിപ്പിൾസ് അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കും. ഇനി രണ്ടാമത് കുട്ടിക്ക് സംസാരശേഷി കുറവായതുകൊണ്ട് കുട്ടിക്ക് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബിഹേവിയർ തെറാപ്പിയായി, സ്പീച്ച് തെറാപ്പിയായി. ഇനി കുട്ടിക്ക് ഡെവലപ്മെൻറ്റൽ തെറാപ്പി കൊടുക്കും. കുട്ടിയുടെ ശേഷികൾ വികസിച്ച് വരും. ഇപ്പം കളറിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ക്രയോൺസ് ഉപയോഗിച്ച് കുത്തി വരയ്ക്കുന്നു, കളർ ചെയ്യുന്നു, പടം വരയ്ക്കുന്നു, കുത്തുകൾ യോജിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ സ്റ്റിമുലേഷൻ കുട്ടിക്ക് കൊടുക്കും, ഡെവലപ്മെൻറ്റൽ തെറാപ്പി. പിന്നെ അതുപോലെ കുട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ, ഇപ്പോൾ 5 വയസ്സുള്ള കുട്ടിയാണ്, നിക്കറൂരി അപ്പിയിടാൻ പോകുന്നില്ല, നിക്കറൂരി മൂത്രം ഒഴിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ കുട്ടിക്ക് സ്വയം പരിപാലന ശേഷികൾ, സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, അപ്പോൾ അത് വികസിച്ച് വരുന്നതിന് വേണ്ടിയുള്ള സെൽഫ് ഹെൽപ്പ് സ്കിൽ ട്രെയിനിങ് കൊടുക്കും. ഇനി ഈ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലുണ്ടായിരിക്കും, ADHD കൂടെ ഓട്ടിസത്തിനോടൊപ്പം കാണും. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ഒക്യുപ്പേഷണൽ തെറാപ്പി കൊടുക്കും. അപ്പം നമ്മളിപ്പം പറഞ്ഞ സ്പീച്ച് തെറാപ്പിയായി, ബിഹേവിയർ തെറാപ്പിയായി, ഡെവലപ്മെൻറ്റ് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പിയായി, അതുപോലെ സ്പീച്ച് സ്റ്റിമുലേഷൻ, സ്പീച്ച് തെറാപ്പിയായി. അങ്ങനെ നമ്മളൊരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രീ ലേണിംഗ് സ്കിൽസിൻ്റെ ഉള്ള ട്രെയിനിങ് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഉപയോഗിക്കുക, ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കളറിങ്, ഡ്രോയിങ് പോലെയുള്ള ശേഷികൾക്ക് കൂടുതൽ പരിശീലനം കൊടുക്കും. അങ്ങനെ 3 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടിയെ കൊണ്ടുപോയി അംഗനവാടിയിലോ നഴ്സറിയിലോ പ്രീ സ്കൂളിലോ ചേർക്കാനായിട്ട് നമ്മൾ പേരൻസിനോട് പറയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 3 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിയെ അങ്ങനെ ചേർക്കുക എന്നുള്ളത്. പക്ഷേ 3 വയസ്സിന് മുമ്പേ അത്തരത്തിൽ കുട്ടിയെ കൊണ്ടുപോയി അംഗനവാടിയിലോ നഴ്സറിയിലോ ചേർക്കേണ്ട ആവശ്യം ഇല്ലെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് 3 വയസ്സ് വരെ കുട്ടി അച്ഛനമ്മമാരോടൊപ്പം വീട്ടിൽ കഴിയേണ്ടതാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി എന്ത് നിർദ്ദേശമാണ് നൽകാനുള്ളത്? ഓട്ടിസം ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളിൽ പ്രത്യേകിച്ച് അമ്മമാരുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. അമ്മമാരുടെ കുറ്റം കൊണ്ടാണ് കുട്ടിക്ക് ഓട്ടിസം വന്നതെന്നുള്ള രീതിയിൽ ഈ അച്ഛൻ്റെ അമ്മ, പെങ്ങന്മാർ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ പാവപ്പെട്ട അമ്മയെ, യങ് മദറിനെ, അങ്ങനെ ഉള്ള നിരവധി കേസുകൾ കാണാം. അച്ഛൻ ഉപേക്ഷിച്ചത് കേസുകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും നാളത്തെ ജോലിക്കിടയിൽ. ഓട്ടിസം ആണെന്ന് കുട്ടിക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നു ഭാര്യയും കുട്ടിയും കാണാൻ പോണതേ ഇല്ല, സ്വന്തം വീട്ടിൽ കഴിയുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പം മാത്രമല്ല, മാതാപിതാക്കൾ ഇത്തരം കുട്ടികളെ സ്കൂളുകളിൽ ചേർക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുട്ടികളുടെ പേരൻസ് വീട്ടിൽ സ്കൂളിൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി, ഈ കുട്ടി ഇവിടെ പറ്റത്തില്ല, ഈ കുട്ടി ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഞങ്ങളെ കുട്ടിയെ കൊണ്ടുപോകും, ഞങ്ങളെ കുട്ടികളെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ മാതാപിതാക്കളും അനുഭവിക്കാറുണ്ട് ഓട്ടിസം ഉള്ള കുട്ടികളുടെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ കുട്ടിയെ ഓട്ടിസം ആണെന്ന് തിരിച്ചറിഞ്ഞ് ഡയഗ്നോസ് ചെയ്ത് വിദഗ്ധ വിലയിരുത്തൽ നടത്തി ആവശ്യമായ തെറാപ്പികൾ, മൾട്ടി ഡിസിപ്ലിനറി തെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു വഴിയാണ് കുടുംബത്തിലൊരു പ്ലേ തെറാപ്പി റൂം സെറ്റ് ചെയ്യാൻ പറയും. 1 മുറി വീടുള്ള ആൾക്കാരുണ്ടാവും, 2 മുറി വീടുള്ള ആൾക്കാരുണ്ടാകും, ഒരുപാട് മുറികളുള്ള വീട്ടിലുള്ള ആൾക്കാരുണ്ടാകും. പക്ഷെ നമ്മൾ എന്താണോ സൗകര്യം അതിനനുസരിച്ചൊരു മൂല കുട്ടിയുടെ പ്ലേ തെറാപ്പിക്ക് വേണ്ടി. എന്നിട്ട് പ്ലേ തെറാപ്പി റൂമിൽ നമ്മൾ അമ്മയടുത്ത് പറയും, അമ്മ കലണ്ടർ സൈസിലുള്ള അമ്മയും കുഞ്ഞും, അതുപോലെ മൃഗങ്ങൾ, ആന, പട്ടി, പൂച്ച, സിംഹം, അതുപോലെ വിവിധ രൂപങ്ങളുടെ കലണ്ടർ സൈസിലുള്ള പടങ്ങൾ വാങ്ങി മുറിയിൽ ഒട്ടിക്കാൻ പറയും. എന്നാൽ അപ്പോൾ ഈ കുട്ടികൾക്കുള്ള ഒരു പ്രത്യേകത, ഈ സോഷ്യൽ സ്കിൽ, സാമൂഹ്യ ശേഷി കുറവെന്ന് പറഞ്ഞില്ല, പരസ്പര പൂരമായിട്ട് ഇടപെടുന്നതിനുള്ള. അപ്പം നമ്മൾ ചിരിക്കുന്നു, തിരിച്ചു ചിരിക്കുന്നു, നമ്മൾ വിളിക്കുന്നു, നമ്മളടുത്ത് വരുന്നു, നമ്മൾ കെട്ടിപ്പിടിക്കുന്നു, നമ്മളോട് ചേർന്ന് നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ ശേഷി കുട്ടികൾക്ക് കുറവായിരിക്കും. കൂട്ടുചേർന്നുള്ള പ്രവർത്തനം കുട്ടിക്ക് ശേഷി കുറവായിരിക്കും. അപ്പോൾ കൂട്ടുചേർന്നുള്ള സോഷ്യൽ സ്കില്ല് വരുന്നതിന് വേണ്ടി ഈ കുട്ടിയുടെ അമ്മയടുത്ത് പറയും, ഇങ്ങനെ മുറി സെറ്റ് ചെയ്തിട്ട് കുട്ടിയെ 2 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ കുട്ടിയെ എടുത്തതിന് ശേഷം മോൻ്റെ കണ്ണ് മറ്റ് പടത്തിലെ വാവയുടെ കണ്ണ്, മോൻ്റെ മൂക്ക് വാവയുടെ മൂക്ക്, മോൻ്റെ വാവയുടെ വാ, ഇങ്ങനെ പറഞ്ഞ് കുട്ടിയുടെ കളിക്കാൻ പറയും. ഇത് കളിയാണ്, പഠിപ്പിക്കൽ പരിശീലനമൊന്നുമല്ല, കളി. കുട്ടിയും അമ്മയും കൂടെ പടം കണ്ട് കളിക്കുന്നു, അല്ലെങ്കിൽ പടത്തിൻ്റെ പേര് പറഞ്ഞ് പടത്തിൻ്റെ ആക്ഷൻ കാണിച്ച് കുട്ടിയുടെ കളിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് ചേർന്നുള്ള റെസിപ്രോക്കൽ സോഷ്യൽ ഇൻ്ററാക്ഷൻസ് വർദ്ധിപ്പിക്കാൻ തരത്തിലുള്ള ഇത്തരത്തിലുള്ള കളിപ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്തരം കളിപ്രവർത്തനങ്ങളിലൂടെ കുട്ടിക്ക് കൂട്ടുചേർന്നുള്ള കളിപ്രവർത്തനത്തിലേക്ക് വരാനുള്ള ശേഷി വർദ്ധിക്കുന്നതിന് സഹായകരമാകും. അപ്പോൾ എല്ലാ വീടുകളിലും ഇതുപോലെ പ്ലേ തെറാപ്പി റൂം സെറ്റ് ചെയ്യുകയും ദിവസേന രാവിലെ അരമണിക്കൂർ, വൈകുന്നേരം അരമണിക്കൂർ, ഈ പടങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും, ആക്ടിവിറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കുട്ടിയും അമ്മയും തമ്മിലുള്ള, അല്ലെങ്കിൽ അമ്മയും കുട്ടിയും അച്ഛനും തമ്മിലുള്ള ഒരു ക്ലോസ് ഇൻ്ററാക്ഷൻസ് ഈ രീതിയിൽ
എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം ചെയ്യാൻ പറയും. മാത്രമല്ല ഒപ്പം ഈ തെറാപ്പിക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ തെറാപ്പിക്ക് കൂടെയും കുട്ടിയെ അമ്മയെ ഇരുത്തും, അമ്മയോ അച്ഛനെ കൂടെ ഇരുത്തും. എന്നിട്ട് അവർക്കും കൂടെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരത് വീട്ടിൽ പോയി അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നിർബന്ധം റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തെറാപ്പി കുറഞ്ഞത് ഒരു കുട്ടിക്ക് 1 മണിക്കൂർ രാവിലെ വൈകിട്ട് അരമണിക്കൂർ വീതം എന്നുള്ള ക്രമത്തിൽ 1 മണിക്കൂർ മിനിമം കുട്ടിക്ക് തെറാപ്പിയുടെ ആനുകൂല്യം കിട്ടും, അവസരം കിട്ടും. അപ്പോൾ അത് തീർച്ചയായിട്ടും കുട്ടികളിൽ നല്ല മെച്ചപ്പെട്ട തരത്തിലുള്ള പുരോഗതി ഉണ്ടാക്കുന്നതിനത് സഹായകരമായിട്ട് തീരും. പിന്നെ നമ്മൾ കാണേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഇത്തരം സെൻറ്ററുകൾ ഉള്ളത് എവിടെയാണെന്ന് തിരക്കി കുട്ടിയെ തീർച്ചയായിട്ടും അവിടെ കൊണ്ടുപോകുന്നതിന് ശ്രമിക്കണം. എത്ര ഏർലി ഇൻ്റർവെൻഷൻ വിൽ ഗിവ് ബെറ്റർ റിസൾട്ട് എന്നുള്ളതാണ്. കാലയെ കൂട്ടിയുള്ള പരിശീലന പ്രവർത്തനങ്ങളിലൂടെ കുട്ടിയെ കടന്നു പോയാൽ, ഇൻ്റർവെൻഷൻ കിട്ടിയാൽ കുട്ടി വേഗത്തിൽ മെച്ചപ്പെടും. മുൻകാലങ്ങളിൽ ഒരു 25 വർഷത്തിന് മുമ്പ് 20 വർഷത്തിന് മുമ്പൊക്കെ ഉള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ 12ഉം 13ഉം വയസ്സൊക്കെ ഉള്ള കുട്ടികളെ ഓട്ടിസം ആദ്യമായിട്ട് വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ആ സ്ഥിതി കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വരുന്നുണ്ട്. ചിലപ്പോൾ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ നേരത്തെ കൂട്ടി വരുന്നുണ്ട്. എന്തായാലും ഒരു 12 13 വയസ്സെന്നുള്ള 20 വർഷത്തിന് 25 വർഷത്തെ അവസ്ഥയിൽ നിന്നിപ്പം ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ നേരത്തെ കൂട്ടി വരുന്നു. അപ്പോൾ അതും പോരെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് 1 വയസ്സിനകത്ത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സംസാരശേഷിയിലും അതുപോലെ ജോയിൻ്റ് അറ്റൻഷൻ, ആംഗ്യങ്ങൾ, പോയിൻറ്റിങ് ഓഫ് ഫിംഗേഴ്സ്, ടാറ്റ പറയലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 1 വയസ്സിനകത്ത് തന്നെ സംശയിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. വിദഗ്ധരെ കാണിച്ച് വിലയിരുത്തുന്നു. അത് കുഴപ്പമില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല പോകാം, അല്ലെങ്കിൽ നമുക്ക് ഏർലി ഇൻ്റർവെൻഷൻ തുടങ്ങാം. അപ്പോൾ ഈ ഏർലി ഇൻ്റർവെൻഷൻ നടത്തുന്നതിന് വേണ്ടി മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏർലി ഇൻ്റർവെൻഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൽ ഈ ന്യൂറോണുകൾ, ബ്രെയിനിലുള്ള ന്യൂറോണുകളുടെ പരസ്പരം ബന്ധിക്കൽ പ്രക്രിയ നമ്മൾ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 3 വയസ്സിലാണ് ഈ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി, പരസ്പരം ബന്ധിക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ തന്നെ കണ്ടെത്തി നമ്മൾ പരിശീലനം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പരിശീലനത്തിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ തലച്ചോറിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തലച്ചോറിൽ കൂടുതൽ ന്യൂറോണൽ സർക്യൂട്ടുകൾ ഫോർമേഷൻ നമ്മുടെ ഈ മൾട്ടി ഡിസിപ്ലിനറി പരിശീലനത്തിലൂടെ സാധ്യമാകും. അങ്ങനെ കുട്ടി പുതിയ ശേഷികൾ ആർജിക്കും. ഓരോരോ ന്യൂറോണൽ സർക്യൂട്ടുകൾ ഓരോരോ പുതിയ ശേഷികൾ ആർജിക്കുന്നതിന് സമമായിട്ട് മാറും. അതുകൊണ്ട് ഏർലി ഇൻ്റർവെൻഷന് വേണ്ടി മാതാപിതാക്കൾ കഴിവതും നേരത്തെ, പക്ഷേ ചില വീടുകളിൽ ഈ അച്ഛൻ്റെ അമ്മമാർ പറയും കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്ന ഇത്തിരി താമസിക്കുക, അവൻ്റെ അച്ഛനും അതുപോലെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മമാരെ ഈ പറഞ്ഞ യങ് മദറിനെ ആശുപത്രി പോകുന്നതിനകത്ത് നിന്ന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യം ചില കുടുംബങ്ങളിലുണ്ട്. ഞങ്ങളുടെ ഈ ആശുപത്രിയിൽ വരുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് നിൽക്കരുത്. കുട്ടിക്ക് സംസാരശേഷിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വികാസ വൈകല്യങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത് സംസാരശേഷി താമസിച്ച് വരുന്നതാണ്. സംസാരശേഷി എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ഞാനൊരു അമ്മയെ രാവിലെ ആശുപത്രിയിൽ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കുട്ടി അമ്മയടുത്ത് ചോദിച്ച, അമ്മ ആ കുട്ടിക്ക് സംസാരം എപ്പോഴാണ് തുടങ്ങിയത്? അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അമ്മ പിന്നെ ചിന്തിച്ചിട്ട് പറഞ്ഞ് 2.5 വയസ്സെന്നാണ്. അപ്പം ഞാൻ അമ്മയടുത്ത് ചോദിച്ച, അമ്മ എല്ലാ കുട്ടികൾക്കും സംസാരശേഷി വികസിച്ച് വരുന്നത് 2.5 വയസ്സിലാണോ? അമ്മയടുത്ത് ചോദിച്ച് തിരിച്ച്. അവർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ സമൂഹത്തിൽ ഈ അവയർനെസ് വലിയ തോതിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. 1 വയസ്സിൽ കുട്ടി അച്ഛ, അമ്മ, കാക്ക, പൂച്ച പ്രധാനപ്പെട്ട കുറേ വാക്കുകളൊക്കെ 1 വയസ്സിൽ സാധാരണഗതിയിൽ എല്ലാ കുട്ടികളും പറയാൻ തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സംസാരത്തിൽ താമസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് സംശയിക്കേണ്ടതുണ്ട്. വികാസ വൈകല്യങ്ങളുടെ സൂചനയായിട്ട് കാണേണ്ടതുണ്ട്. ചിലപ്പോൾ അതൊരു പക്ഷേ ഓട്ടിസം ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സർക്കാർ തലത്തിൽ എവിടുന്നെല്ലാം സേവനങ്ങൾ ലഭ്യമാണ്? നമ്മൾക്ക് ഇപ്പം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഉണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള ആദ്യകാലത്തിലുള്ള 5 മെഡിക്കൽ കോളേജുകൾ, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം, കോഴിക്കോട്, പിന്നെ മഞ്ചേരിയിലും റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററും അതുപോലെ ഓട്ടിസം സെൻറ്ററുകളും വന്നിട്ടുണ്ട്. അതൊരു 6-7 കൊല്ലമായിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ 9 കൊല്ലമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അതൊരു റീജിയൻ. അതുപോലെ ജില്ലകളിൽ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററുകൾ നടക്കുന്നുണ്ട്. ഈ സെൻറ്ററുകൾ റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററുകളിലും ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററുകളിലും എല്ലായിടവും മൾട്ടി ഡിസിപ്ലിനറി ടീം, നേരത്തെ ഞാൻ പറഞ്ഞ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ്, അതുപോലെ റെമഡിയൽ ടീച്ചർ, ഇവരുടെ എല്ലാവരുടെയും സേവനം ഒരുമിച്ച് കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സെൻറ്ററുകളിൽ പോകാനായിട്ട് മാതാപിതാക്കൾ ഓരോ ജില്ലയിലാണെങ്കിലും മെഡിക്കൽ കോളേജുകളിലാണെങ്കിലും പോകാൻ ശ്രമിച്ചാൽ
അവിടെ ആവശ്യമായ വിലയിരുത്തലുകൾ നടക്കുകയും ആവശ്യമായിട്ടുള്ള തെറാപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് നടക്കുകയും ചെയ്യും. ഞങ്ങൾ SIT ആശുപത്രിയിൽ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററും ഓട്ടിസം സെൻറ്ററും ഉണ്ട്. അവിടെ ഞങ്ങൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ വിദഗ്ധ വിലയിരുത്തൽ നടത്തി ഡയഗ്നോസ് ചെയ്ത് ചൈൽഡ് സൈക്യാട്രിസ്റ്റിൻ്റെ സേവനവും ഉണ്ട്. റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ SITയിലുള്ള പ്രത്യേകത ചൈൽഡ് സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം കൂടി അവിടെ ലഭ്യമാണ്. അപ്പോൾ ഞങ്ങൾ വിലയിരുത്തൽ നടത്തി ഓട്ടിസം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മാസം തോറും തെറാപ്പി കൊടുക്കും. ഇപ്പോൾ ചിലപ്പോൾ 1 വയസ്സ് 2 വയസ്സിനകത്തൊക്കെ ഉള്ള കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കുക, അമ്മ 2 ആഴ്ച കൂടുമ്പം വരാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ചിലർ തയ്യാറാവും. അപ്പോൾ നമ്മൾ ബൈ വീക്കിലി ഇയർലി ഇൻറ്റൻസീവ് തെറാപ്പി കൊടുക്കും. അപ്പോൾ സാധാരണ 1 മാസത്തിൽ തെറാപ്പി മാസത്തിലാണ്. പക്ഷേ അമ്മമ്മ വരാൻ തയ്യാറാകുന്ന അമ്മമാരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇയർലി ഇൻ്റർവെൻഷൻ ആണ്. 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്, 1 വയസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഇയർലി ഇൻറ്റൻസീവ് തെറാപ്പി കൊടുക്കും, ബൈ വീക്കിലി ഇയർലി അപ്പോൾ അതിന് ഇച്ചിരിയും കൂടെ ബെറ്റർ റിസൾട്ട് വരും. അതാണ് അതിൻ്റെ പ്രത്യേകത.